ചുനക്കര തിരുവൈരൂർ മഹാദേവ ക്ഷേത്രത്തെ പറ്റിയുള്ള ആദ്യ വീഡിയോ കണ്ട പലരും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പങ്കുവച്ചു. പലരും പല സംശയങ്ങൾ വിളിച്ചു ചോദിക്കുകയും ചെയ്തു. ഭാരതത്തിലെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചുനക്കര തിരുവൈരൂർ മഹാദേവ ക്ഷേത്രം എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെയില്ല. സർവം സ്വയംഭൂവായ ക്ഷേത്രം ഭാരതത്തിൽ എമ്പാടും പരിശോധിച്ചാൽ ഒരൊറ്റ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അത് ഈ ക്ഷേത്രം തന്നെയാണ്. എന്താണ് സ്വയംഭൂ എന്ന് പറയുമ്പോൾ, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഏതാണ്ട് 1.5 ഏക്കറോളം 2 ഏക്കറോളം വ്യാപിച്ച് കിടക്കുകയാണ്. ആ വ്യാപിച്ച് കിടക്കുന്ന മതിൽക്കെട്ടിനുള്ളിൽ പൂർണ്ണമായി ഒരു ശില മാത്രമാണ്. ആ ശിലയിൽ നിന്നാണ് ശിവനും ഉപദേവതകളായിട്ടുള്ള ഭൂതഗണങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇത് ആരും പ്രതിഷ്ഠിച്ചതല്ല, പ്രകൃതിയിൽ നിന്ന് തന്നെ രൂപപ്പെട്ടിട്ടുള്ളതാണ്. അത് ആ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയാൽ മാത്രമേ കാണുകയുള്ളൂ. പ്രത്യേക തരത്തിലുള്ള ഒരു ശിലയാണത്. സാധാരണ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതിൽ ഏറ്റവും ഉയരമുള്ള ആ ശിലാഭാഗം ശ്രീകോവിലിൽ ഉള്ളിൽ വരികയും അത് മഹാദേവനായി പൂജിച്ച് ആരാധിക്കുകയും ചെയ്യും. അതിന് തൊട്ട് പിറകിലായി കാളകെട്ടി എന്ന് പറയുന്ന രീതിയിൽ ഏതാണ്ട് 7 അടിയോളം നീളം വരുന്ന ശിലയുണ്ട്. അതും ഈ ശില തന്നെയാണ്. അതിനുശേഷം ശ്രീകോവിലിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ ഇല്ല, അത്രയും അകലത്തിൽ ആ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് വശത്തായി മഹാവിഷ്ണു, ശാസ്താവ്, സുബ്രഹ്മണ്യൻ എന്നീ ഉപദേവതകളുണ്ട്. അതും ഈ ശിലയുടെ ഭാഗമാണ്. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വടക്ക് ദിശകളിൽ ഇട്ടേളയപ്പനും ഭഗവതിയുമുണ്ട്. അതും ഈ ശിലയുടെ ഭാഗം തന്നെയാണ്. ഭൂമിയിൽ നിന്ന് ഇവയെല്ലാം ഉയർന്നു നിൽക്കുകയാണ്. പക്ഷേ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ ഭൂമിയിൽ പൂർണ്ണമായും ഈ ശില വ്യാപിച്ചു കിടക്കുന്നു. എത്രയോ വർഷമായി ഉള്ള ശിലയാണ്. ആ ശിലയിൽ ഒരു മഹാക്ഷേത്രത്തിൽ നടത്തുന്ന എല്ലാവിധ പൂജകളും നടത്തുന്നുണ്ട്. പക്ഷേ ശ്രീകോവിലിനകത്തെ ആ ശിലയ്ക്ക് യാതൊരു ഭംഗവും നാളിതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഭാരതത്തിലെ ഏക ക്ഷേത്രം ശിവനും ഭൂതഗണങ്ങളും സ്വയംഭൂവായ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ ക്ഷേത്രം സ്വയംഭൂവാണെങ്കിൽ പിന്നെ അത് പണിയേണ്ട കാര്യം ഇല്ല എന്ന്. ഈ ശിലയാണ് സ്വയംഭൂവായിട്ടുള്ളത്. ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ശിലയുടെ ഭാഗങ്ങളിൽ ശിവനും കാളകെട്ടിയും ഭൂതഗണങ്ങളും ഉൾപ്പെടെ ഉള്ള മഹനീയമായ ദർശനം ഭക്തർക്ക് നൽകുന്ന അനുഭവം നമുക്ക് അനുഭവിച്ച് അറിഞ്ഞേ മതിയാവുകയുള്ളൂ. പക്ഷേ ശ്രീകോവിൽ പണിതിട്ടുണ്ട്. ഈ ശ്രീകോവിലിൻ്റെ പ്രത്യേകത, ഭാരതത്തിൽ ഒരേ ഒരു ക്ഷേത്രത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ശ്രീകോവിൽ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചിലർക്കിത് സത്യമാണോ എന്ന് തോന്നും. പക്ഷേ സത്യം തന്നെയാണ്. കാരണം സമചതുരാകൃതിയിൽ നിർമ്മിച്ച ശ്രീകോവിൽ, ആ ശ്രീകോവിലിൽ തടിയിലാണ്, വരിക്കപ്ലാവിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. തടിയിലാണ് എല്ലാ തരത്തിലുമുള്ള രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത്. ഏതാണ്ട് 10 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിലുള്ള തിക്നെസ് മാത്രമേ ആ രൂപങ്ങൾക്കുള്ളൂ. എത്രയോ വലിയ രൂപങ്ങളാണ്, എത്രയോ വ്യത്യസ്തമായ തരത്തിലുള്ള രൂപങ്ങളാണ്. ഭാരതത്തിൽ നമ്മൾ എവിടെയും പോകുക, ഒരു ക്ഷേത്രത്തിലും ശ്രീകോവിലിന് ചുറ്റും തടിയിൽ തീർത്ത ഇത്രയും ശില്പങ്ങൾ കാണുകയില്ല. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ശിവൻ, ശിവതാണ്ഡവം, വീരരാമൻ, വീരഹനുമാൻ, വിഷ്ണുപ്രതാപം, അതുകൂടാതെ കൗരവരും പാണ്ഡവരും വിദ്യ കഴിച്ചതിന് ശേഷം അഭ്യാസം നടത്തുന്നത്, ഗോപിക വസ്ത്രാപകരണം, ശിവൻ്റെ പൂർണ്ണമായ രൂപങ്ങൾ, ഹനുമാൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ, സീതാ സ്വയംവരം, സേതുബന്ധനം, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ദുർഗ, യക്ഷി, കാളി, ഹനുമാൻ്റെ പൂർണ്ണമായ രൂപം എന്നു വേണ്ട രാമായണത്തിലെയും മഹാഭാരതത്തിലെയും
ഭാഗവതത്തിലെയും ഹൈന്ദവ പുരാണങ്ങളുടെയും എണ്ണമറ്റ രൂപങ്ങൾ അലങ്കൃതമായിരിക്കുകയാണ് ചുനക്കര തിരുവൈരൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ. ഈ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പം ഒരു ചരിത്ര പണ്ഡിതനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ദ്വാരപാലകൻ ഭാരതത്തിലെ ഒരു ക്ഷേത്രത്തിലുമില്ല. അങ്ങനെ വ്യത്യസ്തമായ സവിശേഷങ്ങൾ നിറഞ്ഞിട്ടുള്ള മഹത്തായ ചരിത്രവും പാരമ്പര്യവും പൗരാണികവും ദൈവികവും ഇഴചേർന്നിട്ടുള്ള മഹത്തായ മഹാദേവൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ചുനക്കര തിരുവൈരൂർ മഹാദേവ ക്ഷേത്രം. ക്ഷിപ്രപ്രസാദിയാണ് ഇവിടുത്തെ ദേവനെന്നാണ് പറയുന്നത്. ദേവൻ്റെ മുമ്പിൽ മനമുരുകി തങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ സാധിക്കാതെ പോവില്ല എന്ന് പറയും. അതുകൊണ്ട് നാനാജാതി മതസ്ഥർ, ഹൈന്ദവർ, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ അടക്കമുള്ളവർ ഇവിടെ പൂജിക്കും. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവ സംബന്ധമായ ആചാരങ്ങളിലൊന്നായ പറ എഴുന്നള്ളിപ്പ് ഒട്ടേറെ ക്രൈസ്തവ ഭവനങ്ങളിൽ, ഒട്ടേറെ മുസ്ലിം ഭവനങ്ങളിൽ, മുസ്ലിം പള്ളികളിലടക്കം ആ പറ എഴുന്നള്ളിപ്പ് ചെല്ലുന്നുണ്ട്, അവർ സ്വീകരിക്കുന്നുണ്ട്, വഴിപാട് അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ചുനക്കര ദേശത്തിൻ്റെ ദേശദേവൻ ആണ് മഹാദേവൻ എന്ന് പറയപ്പെടുകയും ഓടാട്ടുകരയുടെ ദേശദേവനായി ഈ മഹാദേവൻ അറിയപ്പെടുകയാണ്. അത്യപൂർവമായ ശിവനും ഭൂതഗണങ്ങളും സ്വയംഭൂവായി പരിലസിക്കുന്ന ക്ഷേത്രം ഭാരതത്തിൽ ഉണ്ടോ എന്നുള്ള പരിശോധനയിൽ ഇല്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയത്. സ്വയംഭൂവായ ശിവക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. അവിടെ ശിവൻ മഹാദേവൻ മാത്രമാണ് സ്വയംഭൂവായിരിക്കുന്നത്. പക്ഷേ മഹാദേവനും മഹാദേവൻ്റെ ഉപദേവതകളായിട്ടുള്ള ഭൂതഗണങ്ങൾ അവയുടെ സ്വയംഭൂവാകുകയും ഒരു ശിലയിൽ നിന്ന് ആ ശില ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ തലങ്ങളിൽ ഉയർന്നു നിൽക്കുമ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായ ദേവതകളുടെ സാന്നിധ്യവും ഉണ്ടാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യം. ഓരോ ദേവനും ഏതൊക്കെ ദേവൻ്റെ സ്ഥാനത്താണോ ഇരിക്കേണ്ടത് അതേ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൽ. ഒരു മഹാക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാവിധ പൂജകളും ഈ ക്ഷേത്രത്തിൽ നടക്കാം. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൻ്റെ കിഴക്ക് തെക്ക് അതിർത്തി പ്രദേശമാണ് ചുനക്കര എന്ന് പറയുന്ന ഗ്രാമം. ചുനക്കര എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ പ്രത്യേകതയും ആ പേരും വന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് ഇവിടുത്തെ വിശ്വാസികൾ വിശ്വസിക്കുന്നു. എന്തായാലും കൈലാസ ശൃംഗത്തിൽ എത്തി നിൽക്കുന്ന അനുഭൂതി ശിവഭക്തർക്ക് പ്രദാനം ചെയ്യുന്ന ക്ഷേത്രം തന്നെയാണ് ചുനക്കര തിരുവൈരൂർ മഹാദേവ ക്ഷേത്രം.